സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ ശേഷം സംവിധായകൻ രഞ്ജിത്ത് എന്തിനാണ് അതിജീവിതയെ ഫോണിൽ വിളിച്ചത്? കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നോ? പരാതിക്കാരിയായ നടിയെ ഭീഷണിപ്പെടുത്താനായിരുന്നോ രഞ്ജിത്തിന്റെ നീക്കം? ചില നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് പരാതിക്കാരിയായ യുവതിയെ രഞ്ജിത്ത് ഫോണിൽ വിളിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ അതിജീവിത ഫോൺ എടുത്തില്ല. പരാതി നൽകാൻ വൈകിയതിന് അസ്വാഭാവികതയില്ല. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി നവമി, ഈ സിനിമാ ലൊക്കേഷനിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമം, അതിനുശേഷം ഈ കേസ് അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. രഞ്ജിത്ത് പരാതി നൽകിയ ശേഷം ഒളിവിൽ പോകാനുള്ള നീക്കത്തിനിടെയാണ് പിടിയിലായത് തുടങ്ങിയ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ഈ രഞ്ജിത്ത് ഈ അതിജീവിതയെ എന്തിനാണ് ഫോണിൽ വിളിച്ചത്? ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? രഞ്ജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് ഈ യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു, അതോ കേസ് പിൻവലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പരാതി പിൻവലിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി വിളിച്ചതാണോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസ് നൽകുന്ന വിവരം? ടോം, അതായത് ജനുവരി 30 സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ വെച്ച്, അതായത് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച ഈ നടിയോട് തനിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തരാം, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കാരവാനിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. കാരവാനിൽ വെച്ചാണ് രഞ്ജിത്ത് ഈ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് കാരവാനിൽ നിന്നും ഇറങ്ങി ഓടിയ യുവതി സഹപ്രവർത്തകരോട് ഇക്കാര്യം പറഞ്ഞു. സ്വാഭാവികമായും ആ സഹപ്രവർത്തകർ പിന്നീട് ഇവിടെ ഈ നടിയെ ആശ്വസിപ്പിച്ച ശേഷം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ഈ സഹപ്രവർത്തകർ ഇത് അറിഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായും രഞ്ജിത്ത് അറിഞ്ഞിട്ടുണ്ടാകും. കാരണം അവിടെ വെച്ച് അതൊരു ചർച്ചയായിട്ടുണ്ടാകും. അങ്ങനെ ഇത് തുടർ പരാതികൾ, അതായത് ചിലപ്പോൾ ഈ നടി അവിടെ വെച്ച് തന്നെ സഹപ്രവർത്തകരോട് പിന്നീടുള്ള ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടാകും താനിത് പരാതി നൽകും, ICCയിലും അല്ലെങ്കിൽ പോലീസിനും ഒക്കെ പരാതി നൽകുമെന്ന് ഈ അതിജീവിത തന്നെ ഈ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടാകും. ഇത് അറിഞ്ഞിട്ടായിരിക്കും രഞ്ജിത്ത് ഈ അതിജീവിതയെ വിളിച്ച് കേസ് പരാതി നൽകരുത്, അല്ലെങ്കിൽ താൻ ഇങ്ങനെ നടത്തിയ അതിക്രമത്തെക്കുറിച്ച് മറ്റാരോടും പറയരുത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും സ്വാഭാവികമായും അതിജീവിതയെ ഫോണിൽ വിളിച്ചതെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. രഞ്ജിത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. കാരണം അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണവുമായി രഞ്ജിത്ത് സഹകരിക്കുന്നുണ്ട് എന്നുകൂടി ഇന്ന് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ അത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അതിക്രമം യുവതിക്ക് നേരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നു രഞ്ജിത്ത്. ഇനിയിപ്പോൾ അത് മാറ്റി തനിക്ക് അങ്ങനെ തെറ്റ് പറ്റിയിരുന്നു എന്ന് പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. നിലവിൽ കമ്മീഷണറും DCPയും രാവിലെ മൊഴിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മറ്റൊന്ന്, ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനു വേണ്ടി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും രഞ്ജിത്തിനെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അതിക്രമം നടന്നതിന് ശേഷം രഞ്ജിത്ത് യുവതിയെ പലതവണ ഫോണിൽ വിളിച്ചു. ഫോൺ വിളിച്ചപ്പോൾ അതിജീവിത എടുത്തിരുന്നില്ല. ഇക്കാര്യങ്ങൾ, അത് ഈ അതിജീവിത പറയുന്ന മൊഴി സത്യമാണോ എന്നായിരിക്കും ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയിലൂടെ പോലീസിന് കണ്ടെത്തേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. നാളെയാണ് രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇന്നലത്തെ തെളിവെടുപ്പിന് ശേഷം രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തിരുന്നു. കാരണം ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് പോലീസിന് ഒരു ദിവസത്തെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കം 2 ദിവസം മതിയാകും. ഇന്ന് വൈകിട്ട് 4 മണിവരെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുമതിയായിരുന്നു കോടതി കൊടുത്തിരുന്നത്. പക്ഷേ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി വീണ്ടും എറണാകുളം സബ് ജയിലിലേക്ക് രഞ്ജിത്തിനെ മാറ്റിയിട്ടുണ്ട്. നാളെ നൽകുന്ന ജാമ്യാപേക്ഷയിൽ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ ജാമ്യം നൽകണമെന്നാണ് ആവശ്യപ്പെടുക. ഇന്നലെ ഈ കാരവാനിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ കാരവാനിൽ രഞ്ജിത്ത്, അതായത് യുവതിക്ക് നേരെ അതിക്രമം നടത്തുന്ന സമയത്ത് രഞ്ജിത്തും യുവതിയും മാത്രമായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്? മാത്രമല്ല, പുറത്ത് മറ്റൊരു വ്യക്തി, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന നടപടികൾ എങ്ങനെയാണ്? അതോടൊപ്പം അറിയേണ്ടത്, ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ട് ഉള്ളത് ചില ശാസ്ത്രീയ തെളിവുകളാണ്. അതോടൊപ്പം ഡിജിറ്റൽ തെളിവുകൾ. രഞ്ജിത്ത് ഫോണിൽ ബന്ധപ്പെട്ടു എന്നതിൻ്റെ വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ?
ടോം, അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ക്യാരവാന്റെ പുറത്ത് കാവൽ നിന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയാണെന്നുള്ളൊരു വിവരമാണ് ഈ അതിജീവിത പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശാലിനിയെ വിശദമായി ചോദ്യം ചെയ്തു. ആവശ്യമെങ്കിൽ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുകൂടി കമ്മീഷണർ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ജോബി കുര്യനാണ്. ജോബി കുര്യൻ നടനാണ്. രഞ്ജിത്തുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അന്ന് തൊടുപുഴയിൽ നിന്നും രഞ്ജിത്ത് രക്ഷപ്പെടുന്ന സമയത്ത് ഈ ജോബി കുര്യനും ഒപ്പം ഉണ്ടായിരുന്നു. രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചതിൽ ജോബി കുര്യൻ ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവരെ രണ്ടുപേരെയും നേരത്തെ ചോദ്യം ചെയ്തു. ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അന്വേഷണ സംഘം. അതോടൊപ്പം തന്നെ ഈ മറ്റ് സഹപ്രവർത്തകർ, അതായത് ഈ യുവതി തനിക്ക് നേരിട്ട അതിക്രമം ആദ്യമായി പറഞ്ഞ സഹപ്രവർത്തകരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഫോണിൽ കൂടി മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്യും എന്ന് ആണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും 2 ക്യാരവാനാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത്. ആ രണ്ടും ഇപ്പോൾ പോലീസ് ക്യാമ്പിലാണുള്ളത്. അവിടെ എത്തിച്ചായിരുന്നു രഞ്ജിത്തിനെ തെളിവെടുത്തത്. ഇത് ഏത് ക്യാരവാനിൽ വെച്ചിട്ടാണ് ഈ അതിക്രമം നടന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടും തന്നെ കൊണ്ടുവന്നത്. അതിന്റെ ഉള്ളിൽ CCTV ദൃശ്യങ്ങളില്ല, CCTV ഇല്ല. പക്ഷേ ക്യാരവാന്റെ പുറത്തുള്ള CCTV ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ യുവതി ക്യാരവാനിലേക്ക് കയറുന്നതും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നും കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിന്റെ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിനെ എതിർക്കാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. പക്ഷേ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് അഭിഭാഷകൻ കോടതിയെ അറിയിക്കാൻ പോകുന്നത്. മറ്റ് ആളുകളിലേക്കുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മൊബൈൽ ഫോണിലാണ്, അതായത് യുവതിയുടെ മൊബൈൽ ഫോണിലേക്ക് രഞ്ജിത്ത് ഈ അതിക്രമത്തിന് ശേഷം പലതവണ വിളിച്ചു. യുവതി ഫോൺ എടുത്തില്ല. അത് മൊഴിയിൽ അത്തരത്തിലാണ് നൽകുന്നത്. അത് ചിലപ്പോൾ ഈ പരാതി പുറത്തു പറയുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പുറത്തു പറയരുത് എന്നുള്ള ഒരു ഭീഷണിയോ അല്ലെങ്കിൽ അപേക്ഷയോ ആയിരിക്കും രഞ്ജിത്ത് നടത്താൻ ഉദ്ദേശിച്ചത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമോ? അതായത് ഈ രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചവരെ, അതോടൊപ്പം ഈ സെറ്റിൽ വെച്ച് സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ നടത്തിയവർ, അതോടൊപ്പം തന്നെ ഈ പരാതി നൽകിയ അതിജീവിതയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരണം നടത്തിയ ഒരാളെ കുറിച്ചൊക്കെ പരാമർശമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമോ? അറസ്റ്റ് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ടോം. കാരണം ആ തുടക്കം മുതൽ തന്നെ കമ്മീഷണർ വ്യക്തമാക്കുന്നത് അതിജീവിത ആദ്യമായി പരാതിയിൽ സിനിമയിലെ തന്നെ ICCയിൽ പറഞ്ഞപ്പോൾ അത് കൃത്യമായി അവർ കേസെടുക്കാതെ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാതെ ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരായിട്ടുള്ള കേസെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കി. DCP അടക്കം അത് പരിശോധിക്കുന്നുണ്ട്. സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സഹപ്രവർത്തകർ അത് നിയമസഹായം തേടിയില്ല, അല്ലെങ്കിൽ ഈ പരാതി പുറത്തു പറയുന്നതിന് വേണ്ടി എന്തുകൊണ്ട് ഒരു മുൻകൈ എടുത്തില്ല എന്നൊരു ചോദ്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രധാനമായും ഉയരുന്നത്. ഒപ്പം രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച ജോബി കുര്യനെയും എതിരെ അന്വേഷണമുണ്ട്. അത് കേസ് നിലവിൽ മറ്റാർക്കെതിരെയും കേസ് എടുത്തിട്ടില്ല. രഞ്ജിത്ത് മാത്രമാണ് ഇതിലെ മുഖ്യ പ്രതിയായിട്ടുള്ളത്. രഞ്ജിത്തിനെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘം കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി ഈ അതിജീവിതയുടെ പേര് പറയുന്നുണ്ട്, ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. അത് അതീവ ഗൗരവമുള്ള കാര്യമായി തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. കമ്മീഷണർ ആദ്യം തന്നെ മാധ്യമങ്ങൾക്ക് ആ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ യാതൊരു പരാമർശവും നടത്തരുത് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് ഒരു ഓൺലൈനിൽ അതിജീവിതയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. അയാൾക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. നവമി, അതോടൊപ്പം നമുക്കറിയാം ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം. അതായത് ഇതിനു മുൻപും ലൈംഗിക ആരോപണം നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് രഞ്ജിത്ത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഒന്ന് രഞ്ജിത്തിനെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസായിരുന്നു. പക്ഷെ അതിനുശേഷം ആ കേസുകളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. കോടതിയിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കേസന്വേഷണം പൂർണ്ണമായും അവസാനിച്ചു എന്ന രീതിയിൽ, അതായത് പരാതിക്കാരും ഈ യുവതികളാരും പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ
അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലായിരുന്നു SIT റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷെ അവിടെയും ഈ സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു വശത്ത് രഞ്ജിത്തിനെ പോലുള്ള ഒരു ഇടത് സഹയാത്രികനാണ്, ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തത് പോലീസിനെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ സിനിമാ സെറ്റുകളിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്നതെന്ന ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, തൊഴിലിടത്തെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ രഞ്ജിത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക അതിക്രമ കേസ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമായിരുന്നോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ എനിക്ക് തോന്നി ഒരുപാട് സിനിമാ താരങ്ങൾക്കെതിരെ പരാതി നൽകിയിരുന്നു. മുകേഷ് അടക്കമുണ്ട്, മുകേഷുണ്ട്, ബാലചന്ദ്ര മേനോനുണ്ട്, ജയസൂര്യയുണ്ട്. അങ്ങനെ നിരവധി സിനിമാ താരങ്ങൾക്കെതിരെ, സിനിമാ നടന്മാർക്കെതിരെ, സിനിമാ പ്രവർത്തകർക്കെതിരെ, സിദ്ദിഖിനെതിരെ പരാതിയുണ്ട്. പക്ഷെ ഇതിലൊന്നും ഏത് വിധത്തിലാണ് പോലീസിന്റെ നടപടി എടുത്തത്, അല്ലെങ്കിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് പോലീസിന്റെ പല നടപടികളും പോയിക്കൊണ്ടിരുന്നത്. സിദ്ദിഖിന് എത്ര നാളാണ് ഒളിവിൽ കഴിഞ്ഞത്? സുപ്രീം കോടതിയിൽ വരെ പോയി കേസ് നടത്തി അനുകൂലമായിട്ടുള്ളൊരു ജാമ്യം മേടിച്ചെടുക്കുന്നത് വരെ സിദ്ദിഖ് ഒളിവിൽ കഴിഞ്ഞു. ആ സിദ്ദിഖിനെ പോലുള്ള ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ പിടികൂടാൻ പോലും കേരള പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് അന്ന് വലിയ വിമർശനം ഉന്നയിച്ചതുമായിരുന്നു. മുകേഷിന്റെ കാര്യത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ കാര്യത്തിൽ പോലും അന്ന് അന്വേഷണ സംഘത്തിന് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 2 പരാതികളുണ്ട്. ഒന്ന് ബംഗാളി നടി വെളിപ്പെടുത്തിയ കാര്യം, അതിൽ അന്വേഷണം നടത്തിയെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്ന് ഈ പരാതി നൽകുന്നതിന്റെ ഈ ഒരു കാലാവധി, അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തിയതിന്റെ കാലാവധി, ഇത് 2ഉം പരിഗണിച്ചായിരുന്നു ആദ്യ കേസിൽ രഞ്ജിത്ത് രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ കേസിൽ കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവായിരുന്നു ഒരു പ്രകൃതി വിരുദ്ധ പീഡന പരാതി നൽകിയത്. അതിലും കൃത്യമായിട്ടുള്ള തെളിവുകളും ഈ പരാതി നൽകാനുള്ള ഒരു കാലതാമസവുമായിരുന്നു അന്നും അന്വേഷണ സംഘം കോടതിയിലടക്കം ഉന്നയിച്ചത്. പക്ഷേ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ വേഗം തന്നെ പെൺകുട്ടിക്ക് പരാതി നൽകാൻ കഴിഞ്ഞു. അത് തനിക്കുണ്ടായ ഈ ഒരു അതിക്രമത്തിൽ മനോവിഷമം കാരണമുണ്ടായ കാലതാമസം ഒഴിവാക്കി, അല്ലെങ്കിൽ കൗൺസിലിംഗ് അടക്കം യുവതിക്ക് നേടേണ്ടി വന്നു. ആ സഹായമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് പിന്നീട് ധൈര്യപൂർവ്വം പോലീസിൽ പരാതി നൽകുവാനായി യുവതി രംഗത്തെത്തിയിരുന്നു. ആ കാലാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ കൃത്യമായി തന്നെ പരാതി നൽകുവാനും അതീവ രഹസ്യമായി പോലീസ് അത് അന്വേഷിക്കാനും തയ്യാറെടുത്തു എന്ന് പറയുന്നത് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിനെ സംബന്ധിച്ച് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും തെളിവുകൾ എത്രമാത്രം പോലീസിന് ശേഖരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാരവനിലെ CCTV അടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ CCTV ഇല്ല. ഇനി സഹപ്രവർത്തകർ, സ്വാഭാവികമായും രഞ്ജിത്തിനെ പോലെ സിനിമാ മേഖലയിൽ അത്രമാത്രം പ്രാധാന്യമുള്ള, അപ്രമാദിത്യമുള്ള ഒരു വ്യക്തിക്കെതിരെ എത്ര സഹപ്രവർത്തകർ മൊഴി നൽകും എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. നിലവിൽ രഞ്ജിത്തിനെതിരെ ആരും മൊഴി കൊടുത്തതായി നമുക്ക് അറിവുമില്ല. പോലീസ് ആ മൊഴിയെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരേക്കും രഞ്ജിത്തിനെ തള്ളിപ്പറയാൻ ഒരാളും രംഗത്തെത്തിയില്ല. പ്രത്യേകിച്ച് WCC ഒരു കുറിപ്പിറക്കിയിരുന്നു. അത് എത്രമാത്രം സിനിമാ മേഖലയിൽ, അല്ലെങ്കിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT രൂപീകരിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും സംഭവിക്കില്ല എന്ന് WCC അടക്കം പ്രസ്താവന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ICCയുടെയും നിലപാട് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരു അതിജീവിത പരാതി നൽകുമ്പോൾ അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന ICCയുടെ അംഗങ്ങൾക്കെതിരെയും കേസെടുക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. പോലീസ് ആ രീതിയിലും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എതിർഭാഗത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രതിഭാഗത്ത് ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ICCയിൽ പരാതി നൽകിയിട്ടും അത് പോലീസിന് എന്തുകൊണ്ടാണ് അവർ പരാതി നൽകാതിരുന്നത്? ആരൊക്കെയാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്? ഇത്തരം കാര്യങ്ങളിലും അന്വേഷണം ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.